ബാലട്ടിൽ എന്താ മീശപ്പുലി മല എന്ന് പേര് പറയാൻ നമ്മളിപ്പോൾ കയറാൻ പോണു. എന്താ മല കാണാനേ പറ്റുള്ളേ, മൊത്തം മഞ്ഞുമൂടി. നമ്മുടെ സായിപ്പേട്ടനും കൂടെ മഞ്ഞുമൂടി. സായിപ്പേട്ടൻ്റെ ഫ്രണ്ടിലാണ്, തൊട്ട് ഫ്രണ്ടിലാണ് നമ്മുടെ ബാലുചേട്ടൻ. പക്ഷെ ബാലുചേട്ടനെ കാണാൻ പറ്റുള്ളേ. മീശപ്പുലി മല ഫുള്ള് റെക്കോർഡ് ചെയ്യണോ? സയൻസ് വ്ലോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആക്ച്വലി ഒരു പുതിയൊരു എപ്പിസോഡൊന്നും പറയാൻ പറ്റില്ല. ഞാൻ മീശപ്പുലിമലയുടെ ഒരു വ്ലോഗ് മുൻപ് ചെയ്തിരുന്നു. അതിനകത്ത് വീഡിയോസിനൊക്കെ കുറച്ച് അപാകതകൾ ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയാം. ആക്ച്വലി മെയിൻ വീഡിയോസൊക്കെ റെക്കോർഡ് ചെയ്തിരുന്ന വേറൊരു മെമ്മറി കാർഡ് മിസ്സിങ് ആയിരുന്നു. അത് കാരണം എനിക്ക് ആ എപ്പിസോഡിൽ ഇതൊന്നും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. അതുകൊണ്ടാണ് ഇത് പാർട്ട് 2 ആയിട്ട് എനിക്കിത് ചെയ്യണമെന്ന് തോന്നിയത്. എന്തായാലും എല്ലാവരും ഒന്ന് കണ്ടു നോക്കിയിട്ട് അഭിപ്രായം പറയണേ. ഒപ്പം തന്നെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തിരിക്കണേ. മീശപ്പുലിമലയ്ക്ക് പോകുമ്പോൾ താഴെ നമുക്ക് KFDCയുടെ ഒരു ഇതുണ്ട്, ഫ്ലവർ ഗാർഡൻ ഉണ്ട്. അതിൻ്റെ കീഴേക്കൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത് മീശപ്പുലിമല. അപ്പോൾ പോകുമ്പോൾ ഇപ്പം മോർണിംഗ് ഒരു 7 o'clock ആണ് ഇപ്പോൾ ടൈം. സൺറൈസ് ആണ് ഇപ്പോൾ കാണുന്നത്. കൊള്ളാം, നൈസ് വ്യൂസ്. നമ്മുടെ മീശപ്പുലിമലയ്ക്ക് കൊണ്ടുപോകുന്ന ബാലസുബ്രഹ്മണ്യം ചേട്ടൻ. മൂന്നാറിൽ നിന്ന് നമ്മളിപ്പോൾ സൈലന്റ് വാലി എത്തി. നമ്മളിപ്പോൾ നേരെ സൈലന്റ് വാലിയിൽ നിന്ന് മീശപ്പുലിമല ട്രക്കിംഗ് ആരംഭിക്കുകയാണ്. സൈലന്റ് വാലി. ഇവിടുന്ന് നമ്മൾ പോകുന്നത് അവിടേക്കാണ് കേട്ടോ. ആ കാണുന്നതാണ് മീശപ്പുലിമല. അവിടുന്ന് നമ്മൾ മുകളിൽ പോയി അവിടുന്ന് ട്രക്ക് ചെയ്ത് അതായത് നടന്ന് ആ മലയുടെ ടോപ്പിക്കോടെ നടന്ന് അറ്റത്തെത്തും. That one is മീശപ്പുലിമല. That's our destination. Today's destination. We are going to there. That's where we're going. Yeah. മീശപ്പുലിമലയ്ക്കുള്ള യാത്രയാണ് കാണുന്നത്. അപ്പോൾ ജീപ്പ് മാത്രമേ കയറി പോകുള്ളൂ. നമ്മുടെ വണ്ടിയൊക്കെ ഇതിൽ കൂടെ വന്നു കഴിഞ്ഞാൽ കുറച്ച് ദൂരം വഴി നല്ലതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വണ്ടി കയറി പോകില്ല. ഏകദേശം ഒരു സൈലന്റ് വാലിയിൽ നിന്ന് നമുക്ക് ഏകദേശം ഒരു എത്ര കിലോമീറ്റർ ഉണ്ടാവും ചേട്ടാ മുകളിലേക്ക്? 15-16 കിലോമീറ്ററോളം നമുക്ക് അവിടേക്കുണ്ട്, മുകളിലേക്കുണ്ട്. മുകളിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഓരോന്നായിട്ട് നമുക്ക് ബാലേട്ടൻ വിവരിച്ചു തരും. അവിടെ ഈ റോഡ് ഓഫ് മെൻഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു സ്ഥലമുണ്ട്. അത് റോഡ് ഓഫ് മെൻഷൻ അല്ലേ? റോഡ് ഓഫ് മെൻഷൻ അതായത് നമ്മുടെ ഹിമാചൽ പ്രദേശത്തിൽ കാണുന്ന തരത്തിലുള്ളൊരു അവിടെ ഒരു പൂവുണ്ട്. ഹിമാചലിൽ കാണുന്ന ഒരു പൂവ്, എന്തോ റോഡോ എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു പൂവുണ്ട്. അങ്ങനെ എന്തോ ഒരു പൂവുണ്ട്. ആ പൂവ് ഇവിടെ നമ്മുടെ മീശപ്പുലിമലയിൽ ആ ഒരു പൂവ് അവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവിടുത്തെ ഒരു ക്വാർട്ടേഴ്സിന് റോഡ് ഓഫ് മെൻഷൻ പേര് ഇട്ടിരിക്കുന്നത്. അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. ഓരോന്നായിട്ട് നമുക്ക് വഴിക്ക് പോയി കാണാം. പിന്നെ അവിടെയുള്ള കാര്യം പറഞ്ഞത് ഒരു തരത്തിലുള്ള ഫിഷ് ഉണ്ട്. അതായത് ആ ഫിഷ് എവിടെയുള്ളത്? സ്വിറ്റ്സർലാൻഡിലോ എവിടെയുള്ള ഒരു ഫിഷാണ്. അതായത് മൈനസ് ടെമ്പറേച്ചറിൽ മാത്രം ജീവിക്കുന്ന ഒരു ഫിഷാണ് അത് നിലവിലുള്ളത് നമ്മളുടെ ഇവിടെയാണ്. അവിടെ കഴിഞ്ഞാൽ പിന്നെയുള്ളത് ഇവിടെയാണെന്നാണ് പറയുന്നത് മീശപ്പുലിമലയിൽ. അവിടുത്തെ തണുപ്പ് അതേപോലത്തെ തണുപ്പാണ്. അതുകൊണ്ട് അവിടെ അതിന് ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതും അവിടെയുണ്ട്. ഓരോന്ന് അവിടെ എത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ വേറെ കുറേ കാര്യങ്ങളുണ്ട്. എല്ലാം അവിടെ എത്തിയിട്ട് ഓരോന്നായിട്ട് വിശദീകരിക്കാം. ഇവിടുന്ന് റൈറ്റ് സൈലന്റ് വാലി. വഴി ദുർഘടമായ വഴി തുടങ്ങി. ഓഫ് റോഡാണ് ഫുള്ള്. കല്ല് പതിച്ച വഴി, ഫുൾ ഓഫ് റോഡ്.
രണ്ട് സൈഡിൽ 4 വീല് പോകുന്ന ഭാഗത്ത് കരിങ്കല്ല് പാകിയുണ്ട്. അതിൽ കൂടെയാണ് ഇപ്പോൾ വണ്ടി പിടിച്ച് കയറി പോണത്. റോഡ് ഫുള്ള് ഓഫ് റോഡ് ആയ കാരണം ക്യാമറ കറക്റ്റ് ചെയ്ത് പിടിക്കാൻ പറ്റുന്നില്ല. എന്നാൽ പരമാവധി ഞാൻ ശ്രമിക്കുന്നുണ്ട് നന്നായി പിടിക്കാനായിട്ട്. നല്ല വൈബ്രേഷനാണ്. ഈ ചുറ്റിൽ നിൽക്കുന്നത് യൂക്കാലിപ്റ്റസ് ആണ്. അത് ടീ ഫാക്ടറിയിലേക്ക് വിറകിന് വേണ്ടി വെട്ടിക്കൊണ്ട് പോയിട്ട് വീണ്ടും പൊടിച്ചു വരുന്നതാണ് കാണുന്നത്. എൻ്റെ വോയിസ് കേൾക്കുന്നുണ്ടാകാൻ വഴിയില്ല, കാരണം ജീപ്പിൻ്റെ സ്വരം കല്ലുമടിക്കുന്ന സ്വരം കാരണം വോയിസ് ഒന്നും ക്ലിയർ ആവില്ല. സ്ഥലങ്ങൾ കാണാൻ നമുക്ക് ശരിക്കും അഡ്വഞ്ചർ ട്രിപ്പ് തന്നെയാണ്. ആരും ഒരു തവണ വന്ന് കാണുന്നത്. നമ്മൾ ബേസ് ക്യാമ്പ് എത്തി, ജസ്റ്റ് ബേസ് ക്യാമ്പിലേക്ക് എത്തി. ഇവിടുന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നേരെ മീശപ്പുലി മലയ്ക്ക് പോകും. ഫോറസ്റ്റിൻ്റെ അണ്ടറിലാണ് ഇവിടുത്തെ ഫുൾ മെയിൻ്റനൻസ് മറ്റു കാര്യങ്ങളൊക്കെ. ഈ പൂവ് എവിടെയെങ്കിലും നാട്ടിൽ കണ്ടുപിടിച്ചിട്ടുണ്ടോന്നൊക്കെ. ആന്തൂറി അല്ല, ആന്തൂറി, പക്ഷെ ഇവിടുത്തെ നല്ല വലിപ്പമുണ്ട്. അതാണ് ആ കാണുന്ന ടെൻസ്, അതിനകത്താണ് താമസിക്കുന്നത്. 20 ടെൻറ്റുകളാണ് ഇവിടെ മൊത്തം ഉള്ളത്. കാണുന്ന ചോളം. നമ്മൾ ബേസ് ക്യാമ്പിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. ബേസ് ക്യാമ്പിൽ നിന്ന് നമ്മളിനി ഈ സ്കൈ കോട്ടേജ് ഇവിടെയാണ്. ഓക്കെ, സ്കൈ കോട്ടേജ് ഇവിടെ തന്നെയാണ്, ഇതിൻ്റെ അടുത്ത് തന്നെയാണ്. ഇനി നമ്മൾ റോഡോമാക്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കറക്റ്റ് പ്രൊനൗൺസിയേഷൻ റോഡോമാക്സ് എന്ന് തോന്നുന്നു. കറക്റ്റ് അവിടെ തിരിഞ്ഞ് ഞാൻ വായിച്ചിട്ട് പറയാം. ബേസ് ക്യാമ്പ്, താഴെ ബേസ് ക്യാമ്പ് കാണാം നമുക്ക്. നമ്മൾ തിരിച്ചു വന്ന് അവിടെയാണ് നൈറ്റ് സ്റ്റേ ചെയ്യുന്നത്. കണ്ടോ ടെൻറ്റുകൾ കണ്ടോ. മറ്റേ ചാർലി എന്ന് പറയുന്ന ഫിലിം വഴിയാണ് മീശപ്പുലി മല ഫേമസ് ആയത്. അതിനകത്ത് ദുൽഖർ സൽമാൻ പറയുന്നുണ്ട് മീശപ്പുലി മലയിൽ മഞ്ഞ് വീഴുന്നത് കണ്ടിട്ടുണ്ടോ. നോക്കാം, നമുക്ക് പോയി നോക്കാം മഞ്ഞ് വീണത് എങ്ങനെയാണ്. നമ്മൾ എന്തുമാത്രം ടോപ്പിലെത്തി നോക്കിയാൽ. മലയുടെ ടോപ്പിലെത്തി. പിന്നെ അടുത്ത മലയ്ക്ക് കയറാൻ പോവാം. മറ്റേ ക്രിസ്മസ് ട്രീ നമ്മുടെ റെഡിമെയ്ഡ് നാട്ടിൽ വെക്കില്ലേ, അന്ന് എന്ന മാതിരി എല്ലാം നിൽക്കുന്നത്. യൂക്കാലിപ്റ്റസ്, നമ്മൾ തൈലം ഉണ്ടാക്കുന്ന യൂക്കാലിപ്റ്റസ് ഇല്ലേ, അത് കാണിച്ചു തരുന്നു ഇപ്പോൾ നമ്മുടെ ഭാഗമായിട്ട്. പറിക്കാൻ പോയിരിക്കും. യൂക്കാലിപ്റ്റസിൻ്റെ ഏകദേശം 8-10 വെറൈറ്റി ട്രീസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോൾ ബാലോട്ടം പറിക്കുന്നതാണ് നമ്മൾ തൈലുണ്ടാക്കുന്ന യൂക്കാലിപ്റ്റസ്. ഇത് വേറെ ടൈപ്പാണ്. ഇത് ആണ് നമ്മുടെ ഈ തേയില കമ്പനിക്കാർ വിറകിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഈ യൂക്കാലിപ്റ്റസ്. ഇതിന് ചെറിയൊരു മണമുണ്ട്, അത്രേ ഉള്ളൂ. പക്ഷെ ഇതൊരു
ഇതൊരു വല്ലാത്ത ഫീലത്. ഇതാണ് ഈ യൂക്കാലിപ്റ്റസിൻ്റെ റിയൽ ലീഫ്. ചെറിയ വട്ടാനിരിക്കും. സോ പൊട്ടിച്ചു കഴിഞ്ഞാൽ നല്ല മണമായിരിക്കും. 6 മാസത്തേക്ക് മണം ഉണ്ടാവില്ലേ? ബാലേട്ടൻ പറയണത് ബാഗിൻ്റെ ഉള്ളിൽ വെച്ച് 6 മാസത്തേക്ക് മണം ഉണ്ടാവും. ഓ Pick up your sneezing. Yeah. Clear your nose. അങ്ങനെ തിരുമണം, അങ്ങനെ തിരുമിയിട്ട് മണപ്പിക്കണം. അപ്പോഴാണ് അതിൻ്റെ ശരിക്കും റിയൽ സ്മെല്ല് വരാം. ഓക്കെ, മഞ്ഞ് കയറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വീണ്ടും പോകാം അവിടുന്ന്. ഇതുണ്ടോ നമ്മുടെ നാട്ടിൽ ആശുപത്രിയിൽ കിട്ടുന്ന സൈക്കിൾ ഭംഗി. നീ ഇറക്കാണല്ലേ വണ്ടി ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രേക്കിന് പ്രശ്നം പറ്റില്ല. ഇത് ടർബോ ഇല്ല. ഓക്കെ, നമ്മളിനി കുറച്ച് ദൂരം ഇറങ്ങും. ഇതിപ്പോ നമ്മൾ ഒരു മല കയറി ഇറങ്ങണം അല്ലേ? ഇനി അടുത്ത മലക്ക് കയറും. അങ്ങനെയാ റോഡാ മാക്സിൽ നടക്കണം. ഓക്കെ, ആരും വിളിക്കല്ലേ? ഞാൻ വീഡിയോ പിടിക്കണ്ട. അല്ല, ഞാൻ ജസ്റ്റ് വീഡിയോ റെക്കോർഡിങ് മാത്രം. അവിടെ കൊണ്ടേ കാണിക്കാനാ. ഇതൊരു വ്യൂ പോയിന്റ്. അത് റൈറ്റ് സൈഡിലെ കൊക്കയാണ് കേട്ടോ. കർത്താവ് കണ്ട് പോയാൽ ഒന്നുമില്ല. കൊക്ക ഇതിന്റെ 2 മലേനെ നമ്മളിപ്പോൾ കണക്ട് ചെയ്യാം. ഇതിന്റെ സെന്ററിൽ കണ്ടോ, ഈ കാണുന്നൊരു പാലം മാത്രമേ ഉള്ളൂ. ഈ ക്രോസ് മാത്രമേ ഉള്ളൂ. അപ്പുറത്ത് ഈ സൈഡിൽ കൊക്ക, ആ സൈഡിൽ കൊക്ക. നമ്മൾ അടുത്ത മലയിലേക്ക് കടന്നു. ഇവിടെ നീലക്കുറിഞ്ഞൊക്കെ ഉണ്ടോ? നീ വലുതാവണമല്ലോ. ഇതെന്താ സ്വർഗം താഴേക്ക് ഇറങ്ങി വന്നേക്കണം പോലെ. എന്താ മലകൾ നോക്കിയാൽ മൊത്തം പൂക്കളാണ്. ഉണ്ടാവും റൈറ്റ് സൈഡ് മൊത്തം പൂക്കളാണ്. പൂക്കളും വ്യത്യസ്തമായ മരങ്ങളും. ഇവിടുത്തെ പൈൻ മരങ്ങൾ, പൂക്കൾ, ഇവിടുത്തെ മരങ്ങൾ കാണാൻ തന്നെ, അതിൻ്റെ ലീഫൊക്കെ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. നമ്മുടെ അവിടുത്തെ പോലെയല്ല, വെറൈറ്റി നമ്മൾ കാണാത്ത തരത്തിലുള്ള മരങ്ങളാണ് മൊത്തം. ഇവിടെ വരുമ്പോൾ ആകെ പരിചിതമായി കാണുന്നത് യൂക്കാലിപ്റ്റസിൻ്റെ മരം മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നല്ല വെറൈറ്റി മരമാണ്. മൊത്തം വെള്ള പൂക്കളാണ്.
ഇതാണ് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ഹയസ്റ്റ് ടൂറിസ്റ്റുകൾക്ക് ഏറ്റവും ഉയരം കൂടിയ സ്ഥലത്ത് സൗത്ത് ഇന്ത്യയിൽ വന്ന് താമസിക്കണമെങ്കിൽ സൗത്ത് ഇന്ത്യയിലെ ഏക സ്ഥലമുള്ളൂ മീശപ്പുലി മല. ഇവിടെ നമ്മളെല്ലാം വണ്ടിയൊക്കെ ഇവിടെ ഇട്ട് നമ്മൾ പിന്നെ ഇവിടുന്ന് നടന്നു പോകും. ഇതാണ് റോഡ് ഓർണമെന്റ്സ്. ഇവിടെ ഇലക്ട്രിസിറ്റി ഒന്നും ഇല്ല. ഇത് വെച്ചിട്ടാണ്, സോളാർ പാനൽ വെച്ചിട്ടാണ് പവർ സപ്ലൈ ഒക്കെ. ഇവിടെ ഫ്രണ്ട്സ്, കപ്പിൾസ് അങ്ങനെയൊക്കെ ആയിട്ട് വരണം. എന്നാലാണ് അതിൻ്റെ ഒരു ശരിക്കും റിയൽ എൻജോയ്മെൻറ്റ് കിട്ടുള്ളൂ. ഇനി ഇവിടെ നിന്ന് നമ്മൾ നടന്ന് ഏതോ വഴിയെ മീശപ്പുലി മല എത്തും. ചോദിച്ചു നോക്കട്ടെ എവിടേക്ക് പോകാം, എങ്ങനെ പോകാൻ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ബാലോട്ട് നമ്മൾ ആ വഴിയാണോ പോകുക? ഇങ്ങനെ നടന്നു പോകണം അല്ലേ? ഓ, ഇങ്ങനെ നടന്നു പോകണമെന്ന് ഇത് കുത്തിപ്പിടിച്ച് നടക്കാൻ വേണ്ടി ബാലോട്ട് മടി വെക്കുന്നുണ്ട്. ഇത് വരയാടിൻ്റെ പരിപാടിയാണ് കാണുന്നത്. ചെറുത് വരയാട് ഇതായിക്കണ്ടല്ലോ. ഓക്കെ. ആ ആ നല്ലതാണ്. അവർക്ക് വീഡിയോ ഒന്നും പിടിക്കണ്ടല്ലോ, അത് കാരണം അവരിങ്ങനെ നല്ല ഫാസ്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് വീഡിയോ കൂടെ പിടിക്കേണ്ട കാരണം നടപ്പിൽ മാത്രം ശ്രദ്ധ വയ്ക്കാൻ പറ്റണില്ല. കാല് വിറയ്ക്കും കുറച്ച് കഴിയുമ്പോൾ. കുറച്ച് പുല്ലുള്ള ഭാഗത്തൂടെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഗ്രിപ്പ് കുറച്ചും കൂടെ കിട്ടും. മറ്റേ സ്റ്റെറിൽ കൂടെ പോകുമ്പോഴേ എണ്ണ ഒഴിച്ച വഴി കൂടെ വണ്ടി ഓടിച്ചിട്ട് ബ്രേക്ക് ഓടി അങ്ങനെ ഇരിക്കും എന്ന മാതിരി. ഓ, ഇത് ഫസ്റ്റ് മല ഇറങ്ങി നിരപ്പുള്ള സ്ഥലത്തേക്ക് എത്തുന്ന ഭാഗത്തുള്ള വീഡിയോ ആണ്. കണ്ട, ഇനി അങ്ങനെ നമ്മൾ കയറി ഇങ്ങനെ പോകും.
ബാലോട്ട് നമ്മൾ നേരെ കാണുന്ന മലയാണോ കയറാൻ പോണേ? ആ മല കയറുന്നേ? ഓ നമ്മളീ പോകുന്ന വഴിക്ക് എവിടെ ഇനി വെള്ളമില്ല. നമ്മളീ പോകുന്ന വഴിക്ക് ഇനി മീശപ്പുലി മല എത്തുന്നവരെ എവിടെയും വെള്ളമില്ല. വെള്ളമുണ്ട്. അതെങ്ങനെയാ, വെള്ളച്ചാട്ടമാണോ? ആ കാണാൻ പറ്റും. ഓ ഞാൻ ശ്രദ്ധിച്ചു. നമ്മൾ സൈലന്റ് വാലിയിൽ നിന്ന് കയറി വരുമ്പോൾ ഒരു വലിയ വെള്ളച്ചാട്ടം കാണുന്നത്. നമ്മൾ അവിടേക്ക് ഇപ്പോൾ എത്തുമോ? ഓ ഓക്കെ. നല്ല പ്യുവർ വാട്ടർ ആയിരിക്കും. നമ്മൾ അവിടെ ചെന്നിട്ട് നമുക്ക് അവിടെ നിന്ന് വെള്ളമൊക്കെ കുടിക്കാമല്ലോ. ആ ഈ വഴിക്കൂടെ ഇങ്ങനെ പോകണം കേട്ടോ. ഞാൻ ഒന്ന് പോസ് ചെയ്യണം. ഇനി അവിടെ എത്തിയിട്ട് ഞാൻ വീണ്ടും കണ്ടിന്യൂ ചെയ്യാം. അത്രയും ഭാഗം കണ്ടില്ല, സ്ഥലങ്ങൾ കണ്ടില്ല. അങ്ങനെ പെട്ടെന്ന് ക്ലോസ് ചെയ്യാൻ പറ്റില്ല. ഈ വഴിക്കൂടെയുള്ള യാത്ര നമുക്കൊന്ന് റെക്കോർഡ് ചെയ്യണം. കാരണം നമ്മുടെ അരയ്ക്കൊപ്പം പുല്ല. ആ പുല്ലിൻ്റെ ഇടയിൽ കൂടെ നമ്മളിപ്പോൾ നടന്നു പോണേ. ഇപ്പോൾ നല്ല പ്ലെയിൻ ഏരിയ. രസമുണ്ട് കേട്ടോ. എന്ത് ഭംഗിയാന്ന് നോക്കിയേ. എവിടെ കാണും ഇങ്ങനത്തെ സ്ഥലം? ഓ ഇപ്പം നമ്മളുടെ ചുറ്റിനും മലകളാണ്. എന്താ ഇവിടെ നമുക്ക് നിസ്സാരം നിമിഷം നേരം കൊണ്ട് അവർ പിടിക്കണോ? പിടിക്കാം. നമുക്ക് ധൈര്യമായിട്ടോടെ സ്ലിപ്പ് ആവില്ലല്ലോ. പ്ലെയിൻ സ്ഥലം. ഓ കയറ്റായി. ഫസ്റ്റ് ഗിയർ ഇടണം. വണ്ടി സ്ലോ ആയി. ഓ വാ. Wow, very beautiful. അതെ, ഇപ്പോഴാണ് നമ്മൾ ലാസ്റ്റ് മൗണ്ടെയിൻ, മീശപ്പുലി മല. നമ്മളിപ്പോൾ കയറാൻ പോണു. എന്താ മല കാണാനേ പറ്റില്ലേ, മൊത്തം മഞ്ഞുമൂടി. നമ്മുടെ സായിപ്പേട്ടനും കൂടെ മഞ്ഞുമൂടി. സായിപ്പേട്ടൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ് നമ്മുടെ ബാലുചേട്ടൻ. പക്ഷെ ബാലുചേട്ടനെ കാണാൻ പറ്റണല്ലേ. മീശപ്പുലി മല ഫുള്ള് റെക്കോർഡ് ചെയ്യണോ? കുറച്ച് റെക്കോർഡ് ചെയ്യാം. ഓ മഞ്ഞ് അടിച്ച് കയറിയാണ കാണില്ല. ഒരു 20 അടി ഫ്രണ്ടിലുള്ള ആൾക്കാരെ കാണാൻ പറ്റില്ല. ബാലേട്ടാ 2 മിനിറ്റ് നിൽക്കാ. മണ്ണൊക്കെ നല്ല കറുത്തിരിക്കുന്നു. നല്ല വളക്കൂറുണ്ടാവും. കുറച്ച് നേരം ഇരിക്കുക. ഞാൻ ഒട്ടിരുന്നല്ലേ. ആ ലാസ്റ്റ് മല മീശപ്പുലി മല. നമ്മൾ കയറിക്കൊണ്ടിരിക്കുക. മൊത്തം മഞ്ഞ് കൂടി. ഇനി ഒന്നും കാണാൻ പറ്റില്ല. ബാലേട്ട് മീശപ്പുലി മല എന്ന് പേര് പറയാൻ പണ്ട് ഇവിടെ മീശപ്പുലി മലയ്ക്ക് പോയാലും മീശമാര് പുല്ല് ഇരുന്നിരിക്കും. ഇതുപോലത്തെ പുല്ല് മുകളില. ആ പുല്ല് ഇപ്പൊ പോയി. ആ പുല്ലിപ്പില്ല. ഇല്ല.
മീശ പുളിയായി ഇപ്പം മീശ ഫുള്ളാக இருந்தது இப்போ புளியாய் அப்புறத்து கொழுக்குமலை வழி வந்தால் பாப்பாத்தி சோளன்னு ஒரு ரன் இருக்கு ஆ. അവിടെ இருந்து பார்த்தா மீச ഈ പുളിക്കുള്ള മീശ மாதிரி தெரியும் ഓ അതുകൊണ്ട് മീശ പുളിയാക്കി ഓക്കെ ഓക്കെ. ഇനി വഴി ഇനി വലിയ പ്രശ്നമുള്ള വഴികളില്ല എന്ന് തോന്നുന്നു. അത് മീൻസ് ഡേഞ്ചറായിട്ടുള്ള വഴികളില്ല എന്ന് തോന്നുന്നു. പ്ലെയിനായിട്ട് കാണുന്നത്. ഇടയ്ക്ക് നല്ല കാറ്റ് വരുന്ന സ്ഥലം കണ്ടോ. ഒരു മിനിറ്റ് അരക്കിട്ടൊന്ന് അഴിച്ചു കേട്ടെ. എന്താ മഞ്ഞ് വരുന്ന വരെ നോക്കി. ഇപ്പം നല്ല തണുപ്പായി. നേരത്തെ പറഞ്ഞ പൂ ഹിമാചലിൽ മാത്രമേ ഉള്ളൂ ഈ പൂ. പിന്നെ ഉള്ളത് പിന്നെ നമ്മുടെ ഇവിടെയാണ്. ഇതേപോലെ തണുപ്പുള്ള സ്ഥലത്ത് മാത്രം ഇത്രയും ഇങ്ങനത്തെ ക്ലൈമറ്റിൽ മാത്രമേ ഇതുണ്ടാവുള്ളൂ. റോഡാ ടെൻഡർ ഈ പൂവിൻ്റെ പേരാണ്, ചെടിയുടെ പേരാണ്. അടുത്ത് കാണാം. ഓക്കെ. ഇത് മറ്റേ പ്ലാസ്റ്റിക് പോലെ നിൽക്കണം അല്ലേ, പ്ലാസ്റ്റിക് ചെടി പോലെ. ഇത് പിടിച്ചു കഴിഞ്ഞാണല്ലോ നമുക്ക്, ഇത് പിടിച്ചു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക്കാന്ന് തോന്നും, ഒറിജിനലായിട്ട് തോന്നില്ല. സ്വരം കേൾക്കുന്നുണ്ടോ? ഭയങ്കര തിക്ക, ഭയങ്കര കനം കൂടില്ല ലീഫിനൊക്കെ നല്ല കനമുണ്ട്. വളർച്ചയില്ലാത്ത കട്ടി മഞ്ഞ് അടിച്ചു കയറാനേക്ക്. ഇത് തന്നെ പറഞ്ഞ മീശപ്പുലി മലയിൽ മഞ്ഞ് വീഴുന്നത് കണ്ടിട്ടുണ്ടോ? യെസ്, ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ കണ്ടു. നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത് വീണ്ടും വീണ്ടും മോളിൽ കൂടി അവസാനത്തെ നമ്മൾ കയറി മീശപ്പുലിമലയുടെ മുകളിലെത്തി. ഇപ്പോൾ നമ്മൾ എത്രയാ 3000 സംതിങ്, എത്രയോ 3200. ബാലുവേട്ടാ, നമ്മളിപ്പോൾ സീ ലെവലിൽ നിന്ന് എന്തോരം ഹൈറ്റില്ല? 8620 അടി ഹൈറ്റിലാണ് നമ്മൾ സീ ലെവലിൽ നിൽക്കണേ. കണ്ടോ, ലെഫ്റ്റ് സൈഡ് കൊക്ക. എൻ്റെ അമ്മേ, നോക്കാൻ പറ്റില്ല കൊണ്ട് ഡേഞ്ചർ. എൻ്റെ അമ്മേ, കർത്താവേ, ഞാൻ എത്തിച്ചെന്നോ അമ്മേ, നോക്കാൻ പറ്റില്ല. നമ്മളതിൽ കൂടെ പോണോ? നമ്മളെങ്ങനെയാ പോണ്ടേ? ഓക്കെ അങ്ങോട്ട് നോക്കുമ്പോൾ എനിക്ക് പേടിയാണോ? അത് വഴി കൂടെ പോണേന്നുണ്ടെങ്കിൽ വന്ന വഴിക്ക് തിരിച്ചു പോകേണ്ടി വരും. അയ്യാ, എത്രയായിട്ടാ പറഞ്ഞത്? 8600 സംതിങ് ഫീറ്റ് above from sea. 8620 feet. ഈ പൂ കണ്ടോ?
ഇത് കോളിഫ്ലവർ മിനിമൈസ് ചെയ്ത് എങ്ങനെ ഉണ്ടാവും അതുപോലെ ഇരിക്കും. വൈറ്റ് ആണെന്നുള്ളൂ, അല്ല യെല്ലോ ആണെന്നുള്ളൂ. കോളിഫ്ലവർ മിനിമൈസ് ചെയ്ത് എങ്ങനെ ഉണ്ടാവും അത് സെയിം, വ്യത്യാസമല്ല. ഒറ്റങ്ങത് മല കൂടെ നടന്നു പോവാം, പറക്കണില്ല. ഇതിലും ടോപ്പിൽ എവിടെ പറക്കാൻ നമ്മൾ നടക്കുമ്പോഴാണ് പറന്നു പോകണേ. കണ്ട 2 കിലോയിൽ നടന്നു പോകണ്ട. ശ്രദ്ധിച്ചു നമ്മളിങ്ങനെ പോയി അടുത്തേക്ക് പോയി ചിലപ്പോൾ പറഞ്ഞു. ഓക്കെ, ചിപ്പിലിമലയിൽ നിന്ന് തിരിച്ചുള്ള യാത്രയായിട്ടാ. ഇറങ്ങാണോ തിരിച്ചു? വേണ്ട, ഇപ്പം വേണ്ട. നമ്മൾ നാട്ടിൽ എത്രയോ കഷ്ടപ്പെട്ട ചെടികൾ നട്ട് വളർത്തി മെയിൻറ്റെയിൻ ചെയ്യണേ, ഒന്നുമില്ല. ഇവിടെ ഒരു മെയിൻ്റെനൻസ് ഇല്ല. നോക്കി എന്ത് ഭംഗിയില കിടക്കണേ. നോക്കി നമ്മൾ നട്ട് വളർത്തുന്ന പൂന്തോട്ടത്തിലുണ്ടാവും എത്ര മനോഹാരിത. നാച്ചുറലാണ്, ആരും ഒന്നും നട്ടതുമല്ല, മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നമ്മൾ ഇറങ്ങിപ്പോകുന്ന വഴി കേട്ടോ, ഡേഞ്ചറാണ്. എനിക്ക് കുറച്ച് പേടിയുണ്ട്, ഉള്ളത് പറയാലോ. സ്ലിപ്പാവോ എന്നൊരു പേടിയുണ്ട്. ബാലുവേട്ടനൊക്കെ തുമ്പി പോലെ പോകുന്നുണ്ട്, എന്നെക്കൊണ്ട് അങ്ങനെ പോകാൻ പറ്റണല്ലേ. ഇനി ഈ ഇറക്കം കഴിഞ്ഞിട്ട് പിടിക്കാം കേട്ടോ. കുറച്ച് ദൂരം ഞാൻ ഫ്രണ്ടിലായിരുന്നു. ബാലേട്ടനോട് ഞാൻ ചോദിച്ചു ഇവിടെ പാമ്പൊക്കെ ഉണ്ടാവുമെന്ന് ചോദിച്ചു. അപ്പോൾ പാമ്പൊക്കെ ഉണ്ടാവും, പക്ഷേ രാവിലെ ആൾക്കാർ ട്രക്കിങ്ങിന് പോയതുകൊണ്ട് പാമ്പൊക്കെ ഉണ്ടാവുള്ളതുണ്ടെങ്കിൽ പോയിട്ടുണ്ടാവും, സൈഡിലേക്ക് മാറിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞു. അപ്പം ആദ്യം പോകുന്നവർക്ക് പാമ്പിനെ കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറയും പാമ്പ്, ഞാൻ വേഗം നമ്മുടെ ബാലേട്ടൻ്റെ ഫ്രണ്ടിലാക്കി. ബാലേട്ടൻ തട്ടി പോയി നമ്മളെ സേഫായിട്ട് കൊണ്ടുപോയിട്ടു. ഇത് അനക്കില്ലാത്ത സ്ഥലമല്ലേ, പാമ്പൊക്കെ കാണും. നല്ല ദാഹമുണ്ട്. ഇവിടെ എന്ത് വെള്ളം വരുന്ന സ്വരം കേൾക്കുന്നുണ്ട്. നമുക്ക് വെള്ളമാണെങ്കിൽ വെള്ളമാണ്. ഓ, പക്ഷെ എടുക്കാൻ പറ്റില്ല. കുടിക്കാമായിരുന്നു. ബാലോട്ട, ഈ വെള്ളം നമ്മൾ പോകുന്ന വഴിക്ക് കാണോ? പോകുന്ന വഴിക്ക് ഈ വെള്ളം കാണോ? അവിടെ കാണും. അപ്പോൾ നമുക്ക് കോരി എടുക്കാം അല്ലേ? ഓക്കെ, അവിടെ എത്തുമ്പോൾ കോരി എടുത്ത് കുടിക്കാം. ഇത് നല്ല ദാഹമുണ്ട്. ഇവിടെ നിന്നാലും കോരി എടുക്കാം. ഒരു മിനിറ്റ്, ഞാൻ കുപ്പി മേടിക്കട്ടെ. ബാലോട്ട, ആ കുപ്പി തരുമോ? ഞാൻ ഫ്രഷ് പിടി. അല്ല, ഇവിടെ നിന്ന് എടുക്കാം. കുഞ്ഞെടുക്കാൻ പറ്റും, നോക്കട്ടെ. കുഞ്ഞെടുക്കാൻ പറ്റുന്നോ? അതെ, തൊട്ടടുത്താ. പോട്ടെ.
ഇപ്പോൾ ഈ ഉണങ്ങി നിൽക്കുന്ന ചെടികളാണ്, ഇതിൻ്റെ ഈ ലീഫ് മുഴുവൻ ഉണങ്ങി നിൽക്കുന്നത്. പക്ഷെ നമ്മൾ മുകളിൽ നിന്ന് ഇത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡിഷ് നമുക്ക് തോന്നും, ഫീൽ ചെയ്യും. നല്ല ഭംഗിയത് ദൂരെ നിന്ന് കാണാൻ. അവിടെ ബാലിച്ചെണ്ണ കാണാല്ലേ. അവിടെ ഒരു കാര്യം കാണുന്നുണ്ട്. ബാലിട്ട് അവിടെ എത്തിയില്ലേ? തണ്ണി വേണമാ? ഓ, ஊருக்கா? கொண்டு போகலாம் போகலாமே. പുൽക്കൂട് പറയുന്നുണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ. പുലിയുടെ നിറത്തിലുള്ള പുള്ളിപ്പുലിയുടെ നിറത്തിലുള്ള ബട്ടർഫ്ലൈ കണ്ടോ? നമുക്കിനി ഇവിടെ ഇവർ ഡൈനാമോ വെച്ച് ഇവിടെ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം. ടർബൈൻ കറക്കി വരുന്ന വെള്ളമാണ് ഇതിനകത്ത് കളക്ട് ചെയ്ത് ഇവിടുന്ന് നേരെ താഴേക്ക് ഒഴുക്കണം. ടർബൈൻ കറങ്ങുന്ന കാണിച്ചു തരാം. ഇവിടെ കറണ്ട് എടുത്തിട്ടാണ് നമ്മുടെ ബേസ് ക്യാമ്പിലേക്ക് മൊത്തം ഇലക്ട്രിക് സപ്ലൈ. കുറച്ചേ വേണ്ടു, അതിനുള്ള തൊട്ട് കിട്ടും. ക്രോംപ്ടൺ ഗ്രീവ്സിൻ്റെ ആണ് ടർബൈൻ. സയൻസ് വ്ലോഗിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. പുതിയൊരു എപ്പിസോഡുമായി ഞാൻ വേഗം വരും. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ തന്നെ അറിയിക്കണം. ഞാൻ എല്ലാ കമൻറ്റ്സും ഞാൻ വായിച്ചു നോക്കും. വേണ്ട അപ്ഡേഷനെല്ലാം ഞാൻ വരുത്തിക്കൊള്ളാം. A little break until I come up with the next video. With love, your Science Vlogs. Bye.